എല്ലാവർക്കും നമസ്കാരം. പഴനിമലയും 18 സിദ്ധന്മാരും സീരീസ് തുടരുകയാണ്. ഈ വീഡിയോയിൽ രാമദേവർ സിദ്ധരെക്കുറിച്ചാണ് പറയുന്നത്. രാമദേവർ സിദ്ധർ ഉറൂമ എന്ന പേരിലും അറിയപ്പെടുന്നുണ്ട്. കൂടാതെ യാക്കോബ് സിദ്ധർ എന്ന നാമധേയവുമുണ്ട്. സിദ്ധശാസ്ത്രത്തിൻ്റെ എല്ലാ മേഖലകളിലുമുള്ള തൻ്റെ കണ്ടെത്തലുകൾ മൂലം തമിഴ് സിദ്ധ വൈദ്യശാസ്ത്ര സമ്പ്രദായത്തിൽ പ്രത്യേകവും പ്രാധാന്യവുമുള്ളതുമായ സ്ഥാനമേറ്റ മഹാസിദ്ധരിൽ ഒരാളാണ്. ഉന്നത ചിന്തകനും സജീവ ഗവേഷകനുമായിരുന്ന അദ്ദേഹം സിദ്ധശാസ്ത്രത്തിലെ അസാധാരണ ആശയങ്ങളെ ലളിതമായ തമിഴ് ഭാഷയിൽ അവതരിപ്പിച്ചതിനാൽ പ്രശസ്തനായിരുന്നു. സിദ്ധന്മാരെക്കുറിച്ചുള്ള തൻ്റെ ജീവചരിത്ര ഗ്രന്ഥങ്ങളിൽ ഭോഗർ സിദ്ധർ പറയുന്നതനുസരിച്ച് അദ്ദേഹം ഒരു ബ്രാഹ്മണ കുടുംബത്തിലാണ് ജനിച്ചത്. രാമദേവർ സിദ്ധരുടെ ഗുരു മഹാസിദ്ധനായ പുലസ്ത്യരാണ്. സിദ്ധ ശാസ്ത്രലോകത്തിലേക്ക് പ്രവേശിച്ചതിന് ശേഷം ആഴത്തിലുള്ള ധ്യാന സാധനയിലൂടെ രാമദേവർ തൻ്റെ കുണ്ടലിനി ശക്തിയെ ഉണർത്തി. ആ ശക്തിയെ ചക്രങ്ങളിലൂടെ ഉയർത്തി സഹസ്രാരത്തിൽ എത്തിച്ച് ദൈവത്തോട് ദീർഘകാലം ഏകീകരിച്ചു. അഷ്ടമ സിദ്ധികളിൽ പരിപൂർണത കൈവരിച്ചു. ജാല എന്നു തമിഴിൽ വിളിക്കപ്പെടുന്ന നിരവധി അത്ഭുതങ്ങൾ അദ്ദേഹം നടത്തിയെന്ന് പറയപ്പെടുന്നു. ശൈശവകാലം മുതൽ അദ്ദേഹം ശിവശക്തിയുടെ ഭക്തനായിരുന്നു. തൻ്റെ രാമദേവർ വൈദ്യകവ്യം എന്ന കൃതിയിൽ യോഗശക്തി മനോന്മണിയാൽ ലഭിച്ച അനുഗ്രഹത്തെക്കുറിച്ച് അദ്ദേഹം ഇങ്ങനെ പറയുന്നു: ഗുരുവിൻ്റെ മഹത്വവും ശിവശക്തിയുടെ മഹിമയും അറിഞ്ഞ് അവരെ ആരാധിച്ചും അതിൻ്റെ ഫലങ്ങൾ അനുഭവിച്ചും സഞ്ചാര സമാധി എന്ന പരമമായ ആഴത്തിലുള്ള ചൈതന്യാവസ്ഥയിൽ ഞാൻ പ്രവേശിച്ചു. സിദ്ധൻ സ്വതന്ത്രമായി ആകാശത്തിൽ സഞ്ചരിക്കുന്ന ആഴത്തിലുള്ള സമാധിസിദ്ധി. 8 ദിക്കുകളിലൂടെയും സഞ്ചരിക്കുമ്പോൾ ഞാൻ ഒരു പരിശുദ്ധ സ്ഥാനത്തെ കണ്ടു. അതിൻ്റെ നാദസ്വഭാവം അനുഭവിച്ചു. അമ്മയായ മനോന്മണിയുടെ സാരസ്വഭാവം എന്നെ അനുഗ്രഹിച്ചു. അമ്മയുടെ അനന്തമായ സ്നേഹത്തോടെ അമ്മ എന്നെ തൻ്റെ അടുക്കൽ വിളിച്ച് നിത്യജ്ഞാനം നൽകി. അതോടെ ഞാൻ എൻ്റെ യഥാർത്ഥ സ്വരൂപം വീണ്ടെടുത്തു. ഇങ്ങനെയാണ് രാമദേവർ സിദ്ധർ പറയുന്നത്. രാമദേവർ സിദ്ധർ നാഗപട്ടണം എന്ന തുറമുഖം നഗരത്തിൽ ജീവിച്ചു. ഒരു സന്ദർശന വേളയിൽ കാശി വിശ്വനാഥ ഭഗവാന്റെ കൃപയാൽ അദ്ദേഹത്തിന് ഒരു ശിവലിംഗം ലഭിച്ചു. അതിൽ ഭഗവാന്റെ സാന്നിധ്യം ആഹ്വാനം ചെയ്ത് നാഗപട്ടണത്തിൽ പ്രതിഷ്ഠിച്ചു. ദിവസേന ആരാധിച്ചു. ആ കാലത്ത് നാഗപട്ടണം അറബ് വ്യാപാരികൾ സന്ദർശിച്ചിരുന്ന പ്രശസ്ത തുറമുഖമായിരുന്നു. അവരോട് അടുത്തു ചേരാനുള്ള ആഗ്രഹം രാമദേവരിൽ ശക്തമായി ഉദിച്ചു. ഒരു ദിവസം നാഗപട്ടണത്തിൽ ആഴത്തിലുള്ള ധ്യാനത്തിലിരിക്കുമ്പോൾ ധ്യാനത്തിൽ നിന്ന് ഉണർന്നപ്പോൾ താൻ അറബ് ദേശത്താണെന്ന് കണ്ടു. സഞ്ചാര സമാധിയിലൂടെ അവിടെ എത്തിയതായി അദ്ദേഹം തിരിച്ചറിഞ്ഞു. ആദ്യം ബുദ്ധിമുട്ടുകളുണ്ടായെങ്കിലും അറബികളുടെ വിശ്വാസം നേടാൻ അദ്ദേഹത്തിന് സാധിച്ചു. അവർ അദ്ദേഹത്തെ ഇസ്ലാമിലേക്ക് മതം മാറാൻ ആവശ്യപ്പെട്ടു. അറബിയായ നിലയിലും അദ്ദേഹം മക്കയിലെ ദൂതനായ നബികളെ ആരാധിച്ചു, അനുഗ്രഹം നേടി. തുടർന്ന് സിദ്ധവൈദ്യശാസ്ത്രം, സിദ്ധയോഗം, സിദ്ധ ജ്ഞാന തത്വചിന്തകൾ എന്നിവയെക്കുറിച്ചുള്ള തൻ്റെ കൃതികൾ സംഗ്രഹിച്ചു. ഭോഗർ സിദ്ധർ തൻ്റെ ഭോഗർ 7000 എന്ന ഗാനത്തിൽ ഈ സംഭവം പരാമർശിക്കുന്നു. അറബി വേഷത്തിൽ രാമദേവർ യാക്കോബ് എന്ന പേരിൽ അറിയപ്പെട്ടിരുന്നു. നാട്ടുകാരോടൊപ്പം സ്വതന്ത്രമായി സഞ്ചരിച്ചു. ചില അറബികൾ അദ്ദേഹത്തിൻ്റെ ശിഷ്യരായി. മക്കയിൽ അദ്ദേഹം 40 വർഷം സമാധിയിലേച്ചിരുന്നുവെന്ന് പറയപ്പെടുന്നു. പ്രകാശഭരിതമായ രൂപത്തോടെ സമാധിയിൽ നിന്ന് ഉയർന്ന് മഹാസിദ്ധനായ ഭോഗറിൽ നിന്ന് നിർദ്ദേശം നേടി. മക്കയിൽ നിന്ന് തമിഴ്നാട്ടിലേക്ക് മടങ്ങി സതുരഗിരി മലകളിൽ പാർത്തു. തൻ്റെ കൃതികൾ അറബിയിൽ നിന്ന് തമിഴിലേക്ക് വിവർത്തനം ചെയ്തു എന്ന് പറയപ്പെടുന്നു. അദ്ദേഹത്തിൻ്റെ കൃതികളിൽ സിദ്ധശാസ്ത്ര രഹസ്യങ്ങൾ, കുംഭകത്തിൻ്റെ പ്രാധാന്യം, ബീജമന്ത്രത്തിൻ്റെ മഹത്വം, ദശദീക്ഷകൾ എന്നിവ ഉൾപ്പെടെ നിരവധി വിഷയങ്ങൾ വിശദീകരിക്കുന്നു. ലളിതവും വ്യക്തവുമായ ഭാഷാപ്രയോഗം വായനക്കാരെ സിദ്ധ വൈദ്യശാസ്ത്രത്തെ എളുപ്പത്തിൽ മനസ്സിലാക്കാൻ സഹായിക്കുന്നു. കുണ്ടലിനി ശക്തിയെ എങ്ങനെ ഘട്ടം ഘട്ടമായി ഉണർത്തി ഉയർത്താം എന്ന ചോദ്യത്തിനും അദ്ദേഹത്തിൻ്റെ കൃതികൾ മറുപടി നൽകുന്നു. ഒടുവിൽ മധുരയിലെ അഴകർ മലയിൽ അദ്ദേഹം ജീവസമാധി പ്രാപിച്ചു. ഈ മഹാസിദ്ധരുടെ ചില കൃതികൾ ആണ് അടുത്തതായി പറയുന്നത്. അമ്മയായ മനോന്മണിയെ പ്രാപിക്കുന്ന മാർഗത്തെക്കുറിച്ചുള്ള രാമദേവരുടെ ഉപദേശഗാനത്തോടെയാണ് ആരംഭിക്കുന്നത്.
ആദ്യമായി മണിവിളക്കിൻ്റെ ഉറവിടം അറിയണം. അഖണ്ഡമായ പരിപൂർണത കാണണം. ശുദ്ധമായ പരമവ്യോമത്തിലേക്കുള്ള മാർഗങ്ങൾ എല്ലാം എൻ്റെ അമ്മ മനോന്മണിയുടെ കൃപയാൽ ആനന്ദം പ്രാപിക്കാൻ. നീതിയായ പരഞ്ജ്യോതി അമ്മയുടെ തിരുവടികൾ. ഗുണാതീത നിലയിൽ നിൽക്കുന്ന ആ സ്ഥിതിയെ ആരും ഗ്രഹിക്കുകയില്ല. വേദാന്തത്തിൻ്റെ അഗ്നിയിൽ നിൽക്കുന്നതുപോലെ ഇതുതന്നെ ആരാധന. ഇത് വിഫലമാവുകയില്ല. ഗുണരഹിതമായ മനസ്സോടെ അമ്മ മനോന്മണിയുടെ തിരുവടികളെ ആരാധിക്കുന്നത് തന്നെയാണ് ആ ആദി ഉറവിടത്തെ പ്രാപിക്കുന്ന മാർഗമെന്ന് രാമദേവർ പറയുന്നു. തുടർന്ന് സ്ത്രീ സ്വഭാവമായ ശക്തിയെ വിശദീകരിച്ച ശേഷം ഏകതത്വമായ ശിവത്തെക്കുറിച്ച് പരമസത്തയെ എങ്ങനെ ദർശിക്കാമെന്ന് അദ്ദേഹം പറയുന്നു. തമിഴ് ശ്ലോകങ്ങൾ പറയുന്ന പ്രകാരം ഒന്നായി പ്രത്യക്ഷപ്പെടുകയും അനേകമായി കാണപ്പെടുകയും ചെയ്യുന്നു. അകത്തും പുറത്തുമായി അവർ വിവേചിക്കുന്നു. എന്നാൽ ആ ഏകമായ വിശാലതയിൽ നിന്ന് വേർപെട്ട് അതിന് പുറമെ മറ്റൊന്നുമില്ല. ബീജമായത് ബീജമായി തന്നെ മാറി ശക്തിയും ശിവവും ആയി ഉയർന്നു. സകലത്തിൻ്റെയും മൂലമായ ആ ഏകതത്വം അവയിൽ നിലനിൽക്കുന്നു. മനം നിശ്ചലമായാൽ ആ ഏകതത്വം ദർശിക്കപ്പെടും. അടുത്ത ഗാനങ്ങളിൽ ശരണമഗതി എന്ന സമർപ്പണഭാവത്തോടെ തൻ്റെ കൃതികൾ ആരംഭിച്ചതിനെയും അതിൻ്റെ പ്രാധാന്യത്തെയും അദ്ദേഹം വിശദീകരിക്കുന്നു. തമിഴ് ശ്ലോകങ്ങൾ പ്രകാരം പറയുന്നത്: അമ്മയെ പ്രാർത്ഥിച്ച് വിനയത്തോടെ നമസ്കരിക്കൂ. കരുണയുള്ള ചൈതന്യത്തിൻ്റെ തിരുവടികളെ വണങ്ങൂ. ആദിഗുരുവിൻ്റെ തിരുവടികളെ ആരാധിക്കൂ. ഗുരുനാഥരുടെ തിരുവടികളെ വണങ്ങൂ. എൻ്റെ 214 ഗ്രന്ഥത്തിൽ മുഴുകൂ. അനുഭവിച്ചാൽ പ്രാപിക്കാം. ഞാൻ ഉറപ്പു നൽകുന്നു. മറ്റു പല ഗ്രന്ഥങ്ങൾ പോലെ പുറത്തു വയ്ക്കാതെ ഇത് ഹൃദയത്തിനുള്ളിൽ സൂക്ഷിക്കൂ. അദ്ദേഹം എഴുതിയ ഗ്രന്ഥങ്ങളുടെ പേരുകളാണ്: യാക്കോബ് ശിവയോഗം, യാക്കോബ് വൈദ്യകാവ്യം, യാക്കോബ് വൈദ്യസിന്താമണി, യാക്കോബ് സുന്നം, യാക്കോബ് സുന്നകാന്ഡം ഉരൈ, യാക്കോബ് ലോക എന്തൂരവാദകാവ്യം, യാക്കോബ് പഞ്ചാമിത്രം തണ്ടകം, യാക്കോബ് വൈദ്യകല്ലടം, യാക്കോബ് വൈദ്യം 300, യാക്കോബ് സെന്തൂരം, യാക്കോബ് സൂത്തിരം 155, യാക്കോബ് സൂത്തിര സുറുക്കം 57. നന്ദി, നമസ്കാരം. ഇനി അടുത്ത വീഡിയോയിൽ മറ്റൊരു സിദ്ധരുടെ കഥയുമായി വരാം. ഭഗവാൻ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ.